നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, അൾട്ടിമേറ്റ് വിന്നറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് വരുന്ന LGS LDC പരീക്ഷകൾക്ക് തീർച്ചയായും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് തിരഞ്ഞെടുത്ത ചോദ്യങ്ങളും ഫാക്റ്റുകളുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക, കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കേരള പേപ്പർ പ്രോഡക്റ്റ് ലിമിറ്റഡ് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡിൻ്റെ പുതിയ പേരാണ് കേരള പേപ്പർ പ്രോഡക്റ്റ് ലിമിറ്റഡ്, KPPL. ആസ്ഥാനം കോട്ടയം, വെള്ളൂർ. PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, വീണ്ടും ചോദിക്കാൻ വളരെയേറെ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൻ്റെ പുതിയ പേരാണ് കേരള പേപ്പർ പ്രോഡക്റ്റ് ലിമിറ്റഡ്. 2021 കേരള സർക്കാർ ഏറ്റെടുത്ത കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ്. അപ്പം 2021 കേരള സർക്കാർ കേന്ദ്ര സർക്കാരിൽ നിന്നും ഏറ്റെടുത്ത സ്ഥാപനമാണ് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ്. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് പ്രവർത്തനം അവസാനിപ്പിച്ചത് ജനുവരി 1 ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് പ്രവർത്തനം അവസാനിപ്പിച്ചത്. വെള്ളൂർ കേരള പേപ്പർ പ്രോഡക്റ്റ് ലിമിറ്റഡ് വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദനം ആരംഭിച്ചത് 2022 നവംബറിനാണ്. വെള്ളൂർ കേരള പേപ്പർ പ്രോഡക്റ്റ് ലിമിറ്റഡ് വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദനം ആരംഭിച്ചത്. സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വന്നത് പാപ്പനംകോട് എവിടെയാണ്? തിരുവനന്തപുരത്തുള്ള പാപ്പനംകോടാണ് സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യത്തെ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വന്നത്. സംസ്ഥാനത്തെ ആദ്യത്തെ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് എവിടെയാണ്? കരിക്കകം, അതും തിരുവനന്തപുരത്ത് തന്നെയാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് കരിക്കകം, തിരുവനന്തപുരം. ഏത് നദിക്ക് കുറുകെയാണ്? പാർവതി പുത്തനാറിന് കുറുകെയാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത്. എവിടെയാണ്? കരിക്കകം, തിരുവനന്തപുരം. സംസ്ഥാനത്തെ ആദ്യ സിനിമ ടൂറിസം കേന്ദ്രമായി മാറിയത് വെള്ളായണി കിരീടം പാലമാണ്. കിരീടം എന്ന സിനിമയിൽ ലാലേട്ടനൊക്കെ വന്നിരിക്കുന്ന ഒരു പാലമുണ്ട്. ആ പാലമാണ് സംസ്ഥാനത്തെ ആദ്യ സിനിമ ടൂറിസം കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്തെ ആദ്യത്തെ സിനിമ ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ചത് ഏതാണ്? വെള്ളായണിയിലുള്ള കിരീടം പാലം. വിനോദസഞ്ചാര വകുപ്പിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് കേന്ദ്രം നിലവിൽ വരുന്നത് ശംഖുമുഖം, തിരുവനന്തപുരം. അപ്പോൾ ശംഖുമുഖം തിരുവനന്തപുരത്താണ് വിനോദസഞ്ചാര വകുപ്പിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ശംഖുമുഖം, തിരുവനന്തപുരം. സംസ്ഥാനത്തെ ആദ്യത്തെ കൂൺ ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ച പഞ്ചായത്ത് നന്ദിയോട് പഞ്ചായത്ത്, തിരുവനന്തപുരം. അതും തിരുവനന്തപുരത്താണ്. സംസ്ഥാനത്തെ ആദ്യത്തെ കൂൺ ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ച പഞ്ചായത്താണ് നന്ദിയോട്, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് വിഴിഞ്ഞവും തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് വിഴിഞ്ഞം. കേരളത്തിലെ ആദ്യ ജില്ലാ മോഡൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിലവിൽ വന്ന ജില്ല തിരുവനന്തപുരം, കടകംപള്ളി എന്ന സ്ഥലത്താണ്. കേരളത്തിലെ ആദ്യത്തെ ജില്ലാ മോഡൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരത്തെ കടകംപള്ളി എന്ന സ്ഥലത്താണ് കേരളത്തിലെ ആദ്യ ജില്ലാ മോഡൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിലവിൽ വന്നത്. കേരളത്തിൽ വനിതാ ശിശുക്ഷേമ വകുപ്പ് ആദ്യമായി സ്മാർട്ട് അങ്കണവാടികൾ നിർമ്മിച്ച ജില്ല തിരുവനന്തപുരം. ഒരുമാതിരിപ്പെട്ട സർക്കാർ പദ്ധതികളെല്ലാം ആദ്യം വരുന്നത് തിരുവനന്തപുരത്ത് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഇതും. കേരളത്തിൽ വനിതാ ശിശുക്ഷേമ വകുപ്പ് ആദ്യമായി സ്മാർട്ട് അങ്കണവാടികൾ നിർമ്മിച്ച ജില്ല ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയിലാണ് കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് അങ്കണവാടികൾ നിലവിൽ വന്നത്. സംസ്ഥാനത്തെ ആദ്യ ആധാർ പരാതി പരിഹാര കേന്ദ്രം നിലവിൽ വന്ന ജില്ല അതും തിരുവനന്തപുരമാണ്. സംസ്ഥാനത്തെ ആദ്യ ആധാർ പരാതി
പരാതി പരിഹാര കേന്ദ്രം നിലവിൽ വന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരം. സംസ്ഥാനത്തെ ആദ്യത്തെ ആധാർ പരാതി പരിഹാര കേന്ദ്രം നിലവിൽ വന്ന ജില്ല തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യ താളിയോല മ്യൂസിയം നിലവിൽ വരുന്നത് തിരുവനന്തപുരം. വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ താളിയോല മ്യൂസിയം നിലവിൽ വരുന്നത് തിരുവനന്തപുരത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ താളിയോല മ്യൂസിയം നിലവിൽ വരുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ താളിയോല മ്യൂസിയം നിലവിൽ വരുന്നത്. സമ്പൂർണ്ണ ഇ ഗവേണൻസ് പ്രഖ്യാപനത്തോടനുബന്ധിച്ച് ഇലക്ട്രോണിക്സ് ID വകുപ്പ് പ്രദർശനം സംഘടിപ്പിച്ച സ്ഥലം കനകക്കുന്ന്, തിരുവനന്തപുരം. സമ്പൂർണ്ണ ഇ ഗവേണൻസ് പ്രഖ്യാപനത്തോടനുബന്ധിച്ച് ഇലക്ട്രോണിക്സ് IT വകുപ്പ് പ്രദർശനം സംഘടിപ്പിച്ച സ്ഥലമാണ് കനകക്കുന്ന്, തിരുവനന്തപുരം. കനകക്കുന്ന്, തിരുവനന്തപുരം. എല്ലാം ഡിജിറ്റൽ. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നത് കേരളം. 2024 ജനുവരി 1. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് അതാണ് കേരളമാണ്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിനുള്ള പദ്ധതി ഡിജി കേരളം. ഡിജി കേരളം. അപ്പോൾ PSC ഇങ്ങനെ ചോദിക്കാം, ഡിജി കേരളം എന്താണ്? സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിനുള്ള പദ്ധതിയാണ് ഡിജി കേരളം. ഡിജി കേരളം. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിനുള്ള പദ്ധതിയാണ് ഡിജി കേരളം. ഡിജി കേരളം. കുടുംബശ്രീയാണ് ഡിജി കേരളം പദ്ധതിയുടെ നോഡൽ ഏജൻസി. കുടുംബശ്രീയാണ് ഡിജി കേരളം പദ്ധതിയുടെ നോഡൽ ഏജൻസി. അപ്പോൾ ഇങ്ങനെയും ചോദിക്കാം, ഡിജി കേരളം പദ്ധതിയുടെ നോഡൽ ഏജൻസി ഏത്? അപ്പോൾ ഏതാണ്? കുടുംബശ്രീ. കുടുംബശ്രീയാണ് ഡിജി കേരളം പദ്ധതിയുടെ നോഡൽ ഏജൻസി. ബാങ്കിംഗ് ഇടപാടുകൾക്ക് പൂർണ്ണമായി ഡിജിറ്റൽ സംവിധാനം ഒരുക്കിയ ആദ്യ സംസ്ഥാനം കേരളം. 2023 ജനുവരി 7 കേരളത്തെ ബാങ്കിംഗ് ഇടപാടുകൾക്ക് പൂർണ്ണമായി ഡിജിറ്റൽ സംവിധാനം ഒരുക്കിയ സംസ്ഥാനമായി പ്രഖ്യാപിച്ചത്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് ജില്ല തൃശ്ശൂരാണ്. തൃശ്ശൂരാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് ജില്ല. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് ജില്ലയാണ് തൃശ്ശൂർ. ആദിവാസി വിഭാഗങ്ങളുടെ അടിസ്ഥാന രേഖകൾ പൂർണ്ണമായി ഡിജിറ്റലൈസ് ചെയ്ത ഇന്ത്യയിലെ ആദ്യ ജില്ല വയനാട്, കേരളം. ആദിവാസി വിഭാഗങ്ങളുടെ അടിസ്ഥാന രേഖകൾ പൂർണ്ണമായി ഡിജിറ്റലൈസ് ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് വയനാട്. വയനാട് ജില്ലയാണ് ആദിവാസി വിഭാഗങ്ങളുടെ അടിസ്ഥാന രേഖകൾ പൂർണ്ണമായി ഡിജിറ്റലൈസ് ചെയ്ത ഇന്ത്യയിലെ തന്നെ ആദ്യ ജില്ല. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് പ്രവർത്തനം ആരംഭിച്ചത് പള്ളിപ്പുറം, തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? പള്ളിപ്പുറം, തിരുവനന്തപുരം. തിരുവനന്തപുരത്തുള്ള പള്ളിപ്പുറത്താണ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റലി കണക്റ്റഡ് ആദിവാസി കോളനികൾ സ്ഥാപിക്കുന്ന സംസ്ഥാനം കേരളം. എവിടെയാണ്? വയനാട്. വയനാട്ടിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റലി കണക്റ്റഡ് ആദിവാസി കോളനികൾ സ്ഥാപിക്കുന്ന സംസ്ഥാനം കേരളം. വയനാട് ജില്ലയിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റലി കണക്റ്റഡ് ആദിവാസി കോളനികൾ സ്ഥാപിക്കപ്പെടുന്നത്. കേരളത്തിലെ ആദ്യ ഡിജിറ്റലി കണക്റ്റഡ് ആദിവാസി കോളനികൾ സ്ഥാപിതമാകുന്ന സ്ഥലം എവിടെയാണ്? കൽപ്പറ്റ, വയനാട് ജില്ലയിലെ കൽപ്പറ്റയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റലി കണക്റ്റഡ് ആദിവാസി കോളനികൾ സ്ഥാപിതമാകുന്ന സ്ഥലം. ഇനി ചാന്നാർ ലഹളയെക്കുറിച്ചുള്ള ഒരു പോയിന്റ് നോക്കാം. 2023 മെയ്യിൽ 200-ാം വാർഷികം ആചരിക്കുന്ന ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ പൗരാവകാശ സമരമാണ് ചാന്നാർ ലഹള. 1822 ഒന്നാം ചാന്നാർ ലഹള നടന്നത്. ഇത് PSC പലതവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്നാം ചാന്നാർ ലഹള നടന്ന വർഷം എന്നാണ്? 1822. അതിൻ്റെ എത്രാം വാർഷികമാണ് 2023 മെയ്യിൽ ആചരിച്ചത്? 200-ാം വാർഷികം. ചാന്നാർ ലഹളയുടെ 200-ാം വാർഷികമാണ് 2023 മെയ്യിൽ ആചരിച്ചത്. ഇനി നമുക്ക് K-Phone പദ്ധതിയെക്കുറിച്ച് ഒന്ന് നോക്കാം. എല്ലാവർക്കും ഇൻ്റർനെറ്റ് എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് K-Phone. എല്ലാവർക്കും ഇൻ്റർനെറ്റ് എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? K-Phone ആണ് എല്ലാവർക്കും ഇൻ്റർനെറ്റ് എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പാക്കുന്ന
പദ്ധതി. കെ-ഫോൺ എന്നതിൻ്റെ മുഴുവൻ രൂപമാണ് കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. കെ-ഫോൺ എന്നതിൻ്റെ മുഴുവൻ രൂപം കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. കെ-ഫോണിൻ്റെ ഉദ്ഘാടനം നടന്നത് 2023 ജൂൺ 5. 2023 ജൂൺ 5-നാണ് കെ-ഫോൺ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. കെ-ഫോൺ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതെന്നാണ് 2023 ജൂൺ 5. 2023 ജൂൺ 5-നാണ് കെ-ഫോൺ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. രാജ്യത്ത് സർക്കാർ ഉടമസ്ഥതയിലുള്ള ആദ്യത്തെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ പദ്ധതിയാണ് കെ-ഫോൺ. അപ്പോൾ ഇന്ത്യയിലെ തന്നെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ആദ്യത്തെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ പദ്ധതിയാണ് കെ-ഫോൺ. കെ-ഫോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് റെസിലിയനിസ്റ്റ് കേരള പ്രോഗ്രാം ഫോർ റിസൾട്ട്. കാലാവസ്ഥാ വ്യതിയാനം, പകർച്ചവ്യാധികൾ, മറ്റു രോഗങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതങ്ങൾക്കെതിരെ കേരളത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. ബഡ്ജറ്റ് വിഹിതത്തിന് പുറമെ ലോക ബാങ്ക്, ജർമ്മൻ ബാങ്ക് തുടങ്ങിയ രാജ്യാന്തര ഏജൻസികളിൽ നിന്ന് ഫണ്ട് സ്വരൂപിച്ചാണ് വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത്. അപ്പോൾ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് വഴി നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? റെസിലിയനന്റ് കേരള പ്രോഗ്രാം ഫോർ റിസൾട്ട്. റെസിലിയനന്റ് കേരള പ്രോഗ്രാം ഫോർ റിസൾട്ട്. ഇ ഗവേണൻസ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് കേരളമാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനമാണ് കേരളം. കേരളത്തെ ആദ്യ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനമായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് 2023 മെയ് 25. 2023 മെയ് 25-നാണ് കേരളത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനമായി പ്രഖ്യാപിച്ചത്. അങ്ങനെ പ്രഖ്യാപിച്ചത് ആരാണ്? നമ്മുടെ സ്വന്തം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. സുഗതകുമാരിയുടെ സ്മരണാർത്ഥം കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആസ്ഥാനത്ത് നിലവിൽ വന്ന QR കോഡ് അധിഷ്ഠിത ശലഭോദ്യാനം സുഗതം. അപ്പോൾ സുഗതകുമാരി ടീച്ചറുടെ സ്മരണാർത്ഥം കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആസ്ഥാനത്ത് നിലവിൽ വന്ന QR കോഡ് അധിഷ്ഠിത ശലഭോദ്യാനമാണ് സുഗതകുമാരി ടീച്ചർ സുഗതം. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. സുഗതകുമാരി ടീച്ചറുടെ സ്മരണാർത്ഥം കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആസ്ഥാനത്ത് നിലവിൽ വന്ന QR കോഡ് അധിഷ്ഠിത ശലഭോദ്യാനമാണ് സുഗതം. കവയത്രി സുഗതകുമാരി ടീച്ചറുടെ സ്മരണാർത്ഥം സുഗതം എന്ന പേരിൽ സ്ത്രീ സൗഹൃദ പാർക്ക് നിലവിൽ വരുന്നവിടാണ്. അത് തിരുവനന്തപുരത്താണ്. സ്ത്രീ സൗഹൃദ പാർക്ക് തിരുവനന്തപുരം. കവയത്രി സുഗതകുമാരി ടീച്ചറുടെ സ്മരണാർത്ഥം സുഗതം എന്ന പേരിൽ സ്ത്രീ സൗഹൃദ പാർക്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരത്താണ്. സുഗതകുമാരി ടീച്ചറുടെ ജന്മഗൃഹമാണ് വാഴുവേലിൽ തറവാട്, പത്തനംതിട്ട. ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. സുഗതകുമാരി ടീച്ചറുടെ ജന്മഗൃഹം ഏതാണ്? വാഴുവേലിൽ തറവാട് എവിടെയാണ്? പത്തനംതിട്ട. ഇനി നമുക്ക് കുമാരനാശാനെ കുറിച്ചൊന്ന് നോക്കാം. 2023 150-ാം ജന്മവാർഷികം ആചരിക്കപ്പെട്ട കവിയാണ് നമ്മുടെ സ്വന്തം കുമാരനാശാൻ. അപ്പോൾ 2023 150-ാം ജന്മവാർഷികം ആചരിക്കപ്പെട്ട കവി കുമാരനാശാൻ. മഹാകവി കുമാരനാശാന്റെ കരുണ എന്ന കൃതിയെ ആസ്പദമാക്കി 2023 ചിത്രീകരണം ആരംഭിച്ച സിനിമയാണ് വാസവദത്ത. അപ്പോൾ വാസവദത്ത സിനിമ ഏതിനെ ആസ്പദമാക്കിയാണ്? മഹാകവി കുമാരനാശാന്റെ കരുണ എന്ന കൃതിയെ ആസ്പദമാക്കി 2023 ചിത്രീകരണം ആരംഭിച്ച സിനിമയാണ് വാസവദത്ത സിനിമയുടെ സംവിധായകൻ ശ്യാംനാഥ്. വാസവദത്ത എന്ന കഥാപാത്രമായി വരുന്നത് ഇനിയ എന്ന നടിയാണ്. 2022 100-ാം വാർഷികം ആഘോഷിച്ച ആശാന്റെ കൃതികളാണ് ദുരവസ്ഥ, ചണ്ഡാലഭിക്ഷുകി. ദുരവസ്ഥയും ചണ്ഡാലഭിക്ഷുകിയുമാണ് 2022 100-ാം വാർഷികം ആഘോഷിച്ച ആശാന്റെ കൃതികൾ. മഹാകവി കുമാരനാശാന്റെ ജീവിതം ഇതിവൃത്തമാക്കി അദ്ദേഹത്തിന്റെ 150-ാം ജന്മവാർഷികത്തിൽ റിലീസ് ചെയ്ത സിനിമയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. അപ്പോൾ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? മഹാകവി കുമാരനാശാന്റെ ജീവിതം ഇതിവൃത്തമാക്കി അദ്ദേഹത്തിന്റെ 150-ാം ജന്മവാർഷികത്തിൽ റിലീസ് ചെയ്ത സിനിമയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. KP കുമാരനാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന സിനിമയുടെ സംവിധായകൻ. അപ്പോൾ KP കുമാരനാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന സിനിമയുടെ സംവിധായകൻ. ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന ചിത്രത്തിൽ ആശാനായി വേഷമിട്ടിരിക്കുന്നത് ശ്രീവത്സൻ ജെ മേനോനാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന ചിത്രത്തിൽ ആശാനായി വേഷമിട്ടിരിക്കുന്നത്.
ഇനി വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചൊന്ന് നോക്കാം. വൈക്കം സത്യാഗ്രഹം 100 വയസ്സ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികമാണ് 2024 മാർച്ച് 30-ന്. അപ്പോൾ 2024 മാർച്ച് 30-ന് 100 വയസ്സ് പൂർത്തിയാക്കിയ കേരള ചരിത്രത്തിലെ തന്നെ നാഴികക്കല്ലായി മാറിയ സംഭവമാണ് വൈക്കം സത്യാഗ്രഹം. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികമായിരുന്നു 2024 മാർച്ച് 30-ന്. വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് വൈക്കം സത്യാഗ്രഹം. അപ്പം 2024 മാർച്ച് 30-ന് 100 വയസ്സ് പൂർത്തിയാകിയ കേരള ചരിത്രത്തിലെ തന്നെ നാഴികക്കല്ലായി മാറിയ സംഭവമാണ് വൈക്കം സത്യാഗ്രഹം. അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നടത്തുന്ന പരിപാടിയാണ് കെ വാക്ക്. അപ്പം അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നടത്തുന്ന പരിപാടിയാണ് കെ വാക്ക്. ഇന്ത്യയിൽ ആദ്യമായി കായിക ഉച്ചകോടി സംഘടിപ്പിച്ച സംസ്ഥാനം നമ്മുടെ സ്വന്തം കേരളമാണ്. കള്ളക്കടൽ. 2024 കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ ഉണ്ടായ കടൽ കയറുന്ന പ്രതിഭാസം അറിയപ്പെടുന്നതാണ് കള്ളക്കടൽ. അപ്പോൾ കള്ളക്കടൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ ഉണ്ടായ കടൽ കയറുന്ന പ്രതിഭാസമാണ് കള്ളക്കടൽ. 2024 കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ ഉണ്ടായ കടൽ കയറുന്ന പ്രതിഭാസത്തിനെ കള്ളക്കടൽ എന്നറിയപ്പെടുന്നു. സമുദ്രത്തിൽ വിദൂരമായി ഉണ്ടാകുന്ന ചുഴലിക്കാറ്റ് തീരത്ത് തിരമാലകൾ ഉണ്ടാക്കുന്നതാണ് കള്ളക്കടൽ പ്രതിഭാസം. അപ്പോൾ കള്ളക്കടൽ പ്രതിഭാസം എന്ന് പറഞ്ഞാൽ എന്താണ്? സമുദ്രത്തിൽ വിദൂരമായി ഉണ്ടാകുന്ന ചുഴലിക്കാറ്റ് തീരത്ത് തിരമാലകൾ ഉണ്ടാക്കുന്നതാണ് കള്ളക്കടൽ പ്രതിഭാസം. കള്ളക്കടൽ രൂപപ്പെടുന്നതോടെ തീരം ഉള്ളിലോട്ട് വലിയുകയും തിരമാലകൾ തീരത്ത് അടിച്ചു കയറുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായി എത്തി തീരം വിഴുങ്ങുന്നതിനാലാണ് കള്ളക്കടൽ എന്ന പേര് ലഭിച്ചത്. ഇനി നമുക്ക് ഏറ്റവും വലിയ ജില്ലയെക്കുറിച്ചൊന്ന് നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി ആദിവാസി പഞ്ചായത്തിൻ്റെയും റവന്യൂ രേഖകളിൽ എറണാകുളം ജില്ലയിലെ കുട്ടന വില്ലേജിൻ്റെയും ഭാഗമായിരുന്ന 12,718.5 ഹെക്ടർ ഭരണസൗകര്യത്തിനായി ഇടമലക്കുടി വില്ലേജിലേക്ക് കൂട്ടിച്ചേർത്തതോടെയാണ് ഇടുക്കി ഒന്നാമതായത്. അപ്പോൾ ഇടുക്കി ഒന്നാമതായത് എങ്ങനെയാണ്? ഇടമലക്കുടി ആദിവാസി പഞ്ചായത്തിൻ്റെയും റവന്യൂ രേഖകളിൽ എറണാകുളം ജില്ലയിലെ കുട്ടന വില്ലേജിൻ്റെയും ഭാഗമായിരുന്ന 12,718.5 ഹെക്ടർ ഭരണസൗകര്യത്തിനായി ഇടമലക്കുടി വില്ലേജിലേക്ക് കൂട്ടിച്ചേർത്തതോടെയാണ് ഇടുക്കി ഒന്നാമതായത്. ഇടുക്കിയുടെ ആകെ വിസ്തീർണം 4,612 ചതുരശ്ര കിലോമീറ്ററും പാലക്കാടിൻ്റെ ആകെ വിസ്തീർണം 4,482 ചതുരശ്ര കിലോമീറ്ററുമാണ്. സുബല ടൂറിസം പദ്ധതി. പട്ടികജാതി വിഭാഗത്തിലെ വനിതകൾക്കായി ആരംഭിച്ച സുബല ടൂറിസം പദ്ധതിയുടെ ഭാഗമായി സുബല പാർക്ക് നിലവിൽ വരുന്ന ജില്ലയാണ് പത്തനംതിട്ട. ഈ സുബല പാർക്ക് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. പട്ടികജാതി വിഭാഗത്തിലെ വനിതകൾക്കായി ആരംഭിച്ച സുബല ടൂറിസം പദ്ധതിയുടെ ഭാഗമായാണ് സുബല പാർക്ക് എവിടെയാണ് നിലവിൽ വരുന്നത്? പത്തനംതിട്ട ജില്ലയിൽ പല പറഞ്ഞു പഠിക്കുക. കേരള ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ. 2024 കേരള ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ വേദി തോന്നയ്ക്കൽ ബയോ ലൈഫ് സയൻസ് പാർക്ക് തിരുവനന്തപുരം. 2024 കേരള ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ വേദിയാണ് തോന്നയ്ക്കൽ ബയോ ലൈഫ് സയൻസ് പാർക്ക് തിരുവനന്തപുരം. 2024 ജനുവരിയിൽ തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കിൽ നടന്ന ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിൽ പങ്കെടുത്ത രസതന്ത്ര നോബൽ പ്രൈസ് ജേതാവാണ് മോർട്ടൻ പി മെൽഡൻ ഡാനിഷ്കാരനാണ്. തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കലിൽ സ്ഥിതി ചെയ്യുന്ന ലൈഫ് സയൻസ് പാർക്കിൽ പ്രതിരോധ വാക്സിൻ നിർമ്മാണ യൂണിറ്റ് തുടങ്ങുന്ന കമ്പനിയാണ് ബയോടെക്. അപ്പോൾ ബയോടെക് എന്ന കമ്പനിയാണ് തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കലിൽ സ്ഥിതി ചെയ്യുന്ന ലൈഫ് സയൻസ് പാർക്കിൽ പ്രതിരോധ വാക്സിൻ നിർമ്മാണ യൂണിറ്റ് തുടങ്ങുന്നത്. ഇനി നമുക്ക് എറണാകുളം ജനറൽ ആശുപത്രിയെക്കുറിച്ച് നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം തുറക്കാതെ വാൽവ് മാറ്റിവെച്ച ആദ്യ ജില്ലാ ആശുപത്രി എന്ന അപൂർവ നേട്ടം കൈവരിച്ച ആശുപത്രിയാണ് എറണാകുളം ജനറൽ ആശുപത്രി. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം തുറക്കാതെ തന്നെ വാൽവ് മാറ്റിവെച്ച ആദ്യ ജില്ലാ ആശുപത്രിയാണ് എറണാകുളം ജനറൽ ആശുപത്രി. ഇന്ത്യയിൽ ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ സർക്കാർ ജില്ലാ ആശുപത്രിയും എറണാകുളം ജനറൽ ആശുപത്രിയാണ്. ഇന്ത്യയിൽ ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ സർക്കാർ ആശുപത്രിയും എറണാകുളം
ജനറൽ ആശുപത്രിയാണ്. കേരളത്തിലെ ആദ്യ മുലപ്പാൽ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചതും എറണാകുളം ജനറൽ ആശുപത്രിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ മുലപ്പാൽ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? എറണാകുളം ജനറൽ ആശുപത്രിയാണ്. ഈ 3 പോയിന്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം തുറക്കാതെ വാൽവ് മാറ്റിവെച്ച ആദ്യ ജില്ലാ ആശുപത്രി എന്ന അപൂർവ നേട്ടം കൈവരിച്ചു. ഇന്ത്യയിൽ ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ജില്ലാ സർക്കാർ ആശുപത്രിയാണ്. കേരളത്തിലെ ആദ്യ മുലപ്പാൽ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് എറണാകുളം ജനറൽ ആശുപത്രിയിലാണ്. ഇനി നമുക്ക് വ്യവസായ പാർക്കിനെ കുറിച്ചൊന്ന് നോക്കാം. സംസ്ഥാനത്തെ ആദ്യത്തെ ക്യാമ്പസ് വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? തൊടുപുഴ. ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ക്യാമ്പസ് വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത്. അപ്പോൾ സംസ്ഥാനത്തെ ആദ്യത്തെ ക്യാമ്പസ് വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? തൊടുപുഴ. സംസ്ഥാനത്തെ ആദ്യത്തെ സ്വകാര്യ വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത് പാലക്കാട്. സംസ്ഥാനത്തെ ആദ്യത്തെ സ്വകാര്യ വ്യവസായ പാർക്ക് നിലവിൽ വന്നത് പാലക്കാടാണ് സംസ്ഥാനത്തെ ആദ്യത്തെ സ്വകാര്യ വ്യവസായ പാർക്ക് നിലവിൽ വന്നത്. ഉദ്ഘാടനം ചെയ്തത് ആരാണ്? വ്യവസായ മന്ത്രി പി രാജീവാണ് സംസ്ഥാനത്തെ ആദ്യത്തെ സ്വകാര്യ വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്തത്. എവിടെയാണ്? പാലക്കാട്. 2023 നവംബർ 13. അടുത്ത ടോപ്പിക്ക് ബെസ്റ്റ് ടൂറിസം വില്ലേജ് ഗോൾഡ് അവാർഡ്. കേന്ദ്ര ടൂറിസം വകുപ്പ് പ്രഖ്യാപിച്ച രാജ്യത്തെ ബെസ്റ്റ് ടൂറിസം വില്ലേജ് ഗോൾഡ് അവാർഡ് ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്താണ് കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത്, ഇടുക്കി ജില്ല. ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിനാണ് കേന്ദ്ര ടൂറിസം വകുപ്പ് പ്രഖ്യാപിച്ച രാജ്യത്തെ ബെസ്റ്റ് ടൂറിസം വില്ലേജ് ഗോൾഡ് അവാർഡ് ലഭിച്ചത്. അപ്പോൾ കേന്ദ്ര ടൂറിസം വകുപ്പ് പ്രഖ്യാപിച്ച രാജ്യത്തെ ബെസ്റ്റ് ടൂറിസം വില്ലേജ് ഗോൾഡ് അവാർഡ് ലഭിച്ചത് എവിടെയാണ്? ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂർ പഞ്ചായത്ത്. കാന്തല്ലൂരിന്റെ ഇന്റർനാഷണൽ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ വ്യക്തി ജിതേഷ് ജി. കേരളത്തിലെ ആദ്യത്തെ ഫോറസ്റ്റ് റേഞ്ചർ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് അരിപ്പ, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ ഫോറസ്റ്റ് റേഞ്ചർ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? അരിപ്പ പക്ഷി സങ്കേതം എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ, അവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ ഫോറസ്റ്റ് റേഞ്ചർ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത്. തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിൽ ആദ്യമായി സിക്ക വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ കേരളത്തിൽ ആദ്യമായി സിക്ക വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിൽ ആദ്യമായി സിക്ക വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്തത്. കേരളത്തെ ആദ്യത്തെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായ സ്ഥലം തോന്നയ്ക്കൽ. കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായ സ്ഥലമാണ് തോന്നയ്ക്കലിലാണ് കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത്. തോന്നയ്ക്കൽ. കേരളത്തിൽ ആദ്യമായി KSRTCയുടെ ഓപ്പൺ റൂഫ് ഡബിൾ ഡെക്കർ സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിൽ. കേരളത്തിൽ ആദ്യമായി KSRTCയുടെ ഓപ്പൺ റൂഫ് ഡബിൾ ഡെക്കർ സർവീസ് ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പോൾ കേരളത്തിലെ തന്നെ ആദ്യത്തെ KSRTCയുടെ ഓപ്പൺ റൂഫ് ഡബിൾ ഡെക്കർ സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ല. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസ് ആൻഡ് ഇന്നൊവേഷൻ ടെക്നോളജി എവിടെയാണ്? പള്ളിപ്പുറം, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഏതാണ്? കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസ് ആൻഡ് ഇന്നൊവേഷൻ ടെക്നോളജി. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസ് ആൻഡ് ഇന്നൊവേഷൻ ടെക്നോളജി, പള്ളിപ്പുറം, തിരുവനന്തപുരം. സംസ്ഥാന ഫിഷറീസ് വകുപ്പിൻ്റെ കീഴിൽ കേരളത്തിലെ ആദ്യ സീ ഫുഡ് റെസ്റ്റോറൻറ്റ് നിലവിൽ വരുന്നത് ആഴാകുളം, തിരുവനന്തപുരം. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന് കീഴിൽ കേരളത്തിലെ ആദ്യത്തെ സീ ഫുഡ് റെസ്റ്റോറൻറ്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? ആഴാകുളം, തിരുവനന്തപുരം. അപ്പം ഫിഷറീസ് വകുപ്പിന് കീഴിലാണ് ഈ റെസ്റ്റോറൻറ്റ് നിലവിൽ വരുന്നത്. അപ്പോൾ സംസ്ഥാനത്തെ ഫിഷറീസ് വകുപ്പിൻ്റെ കീഴിൽ ആദ്യത്തെ സീ ഫുഡ് റെസ്റ്റോറൻറ്റ് വരുന്നത് എവിടെയാണ്? ആഴാകുളം, തിരുവനന്തപുരം. സംസ്ഥാന സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി സർവീസ് കേരള സവാരി ആദ്യമായി ആരംഭിച്ചത് എവിടെയാണ്? തിരുവനന്തപുരത്താണ് സംസ്ഥാന സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി സർവീസ് കേരള സവാരി ആദ്യമായി ആരംഭിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം. അപ്പോൾ കേരള സർക്കാരിൻ്റെ ആദ്യത്തെ ഓൺലൈൻ ടാക്സി സർവീസ് പദ്ധതിയുടെ പേരെന്താണ്? കേരള സവാരി. കേരളത്തിലെ നവോത്ഥാന പഠന മ്യൂസിയം നിലവിൽ വന്ന ജില്ല? തിരുവനന്തപുരം. കേരളത്തിലെ നവോത്ഥാന പഠന മ്യൂസിയം നിലവിൽ വന്ന ജില്ലയാണ് തിരുവനന്തപുരം. കേരളത്തിലെ നവോത്ഥാന പഠന മ്യൂസിയം നിലവിൽ വന്ന ജില്ല തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത് പുല്ലമ്പാറ, തിരുവനന്തപുരം. അപ്പം തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറയാണ്
ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് പുല്ലമ്പാറ, തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? അത് കിളിമാനൂർ, അതും തിരുവനന്തപുരം ജില്ലയിലാണ്. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭയാണ് കൊട്ടാരക്കര. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ ഏതാണ്? കൊട്ടാരക്കര. സംസ്ഥാനത്തെ ആദ്യത്തെ സിനി ടൂറിസം പദ്ധതി ആരംഭിച്ച സ്ഥലം വെള്ളായണി, കിരീടംപാലം നമ്മൾ മുമ്പൊന്ന് പറഞ്ഞതാണ്. ഓക്കെ. കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് കൊട്ടാരക്കര. കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് കൊട്ടാരക്കരയിലാണ് കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത്. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭ എന്ന നേട്ടം കൈവരിച്ച നഗരസഭയാണ് കൊട്ടാരക്കര നഗരസഭ. അപ്പോൾ രാജ്യത്തെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭ എന്ന നേട്ടം കൈവരിച്ച നഗരസഭയാണ് കൊട്ടാരക്കര നഗരസഭ. 2023 ജൂണിൽ ഇന്റർനാഷണൽ ഷിപ്പ് ആൻഡ് പോർട്ട് ഫെസിലിറ്റി സെക്യൂരിറ്റി കോഡ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ തുറമുഖം കൊല്ലം തുറമുഖം. ഓപ്ഷൻ എ കൊച്ചി തരും, കൊച്ചിയല്ല, കൊല്ലം തുറമുഖത്തിനാണ് ഇന്റർനാഷണൽ ഷിപ്പ് ആൻഡ് പോർട്ട് ഫെസിലിറ്റി സെക്യൂരിറ്റി കോഡ് സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. അപ്പം കൊല്ലം തുറമുഖത്തിനാണ് 2023 ജൂണിൽ ഇന്റർനാഷണൽ ഷിപ്പ് ആൻഡ് പോർട്ട് ഫെസിലിറ്റി സെക്യൂരിറ്റി കോഡ് സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. ഏത് പോർട്ടിനാണ്? കൊല്ലം പോർട്ടിന്, കൊല്ലം തുറമുഖത്തിന്. കേരളത്തിലെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡായി മാറുന്നത് കുലങ്ങുമുകൾ, പുനലൂർ. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. നിയമവിരുദ്ധമായി രാജ്യത്ത് തങ്ങുന്ന വിദേശികളെ പാർപ്പിക്കാൻ സംസ്ഥാനത്ത് തടങ്കൽ കേന്ദ്രം ആരംഭിക്കുന്ന ജില്ല കൊല്ലം. നിയമവിരുദ്ധമായിട്ട് നമ്മുടെ രാജ്യത്ത് തങ്ങുന്ന വിദേശികളെ പാർപ്പിക്കാനായിട്ട് സംസ്ഥാനത്ത് തടങ്കൽ കേന്ദ്രം ആരംഭിക്കുന്ന ജില്ലയാണ് കൊല്ലം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷ ജില്ല ഏതാണ്? അതും കൊല്ലമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷാ ജില്ല കൊല്ലം. ഇന്ത്യയിൽ ആദ്യമായി മങ്കി പോക്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് കൊല്ലം ജില്ലയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി മങ്കി പോക്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലമാണ്. ദി സിറ്റിസൺ എന്ന ക്യാമ്പയിൻ വഴിയാണ് കൊല്ലം സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയായി മാറിയത്. അപ്പോൾ കൊല്ലം രാജ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയായി മാറിയത് എങ്ങനെയാണ്? ദി സിറ്റിസൺ എന്ന ക്യാമ്പയിൻ വഴി. ദി സിറ്റിസൺ എന്ന ക്യാമ്പയിൻ വഴിയാണ് കൊല്ലം സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയായി മാറിയത്. ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത് കുളത്തൂപ്പുഴ. അത് കൊല്ലം ജില്ലയിൽ തന്നെ ഉള്ളതാണ്. കുളത്തൂപ്പുഴയാണ് ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ബയോ മൈനിങ് പദ്ധതി ആരംഭിച്ചത് കുരീപ്പുഴ. അതും കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബയോ മൈനിങ് പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? കുരീപ്പുഴയിലാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബയോ മൈനിങ് പദ്ധതി ആരംഭിച്ചത്. സംസ്ഥാനത്തെ ആദ്യ പുസ്തക ഗ്രാമം പെരുങ്കുളം, പത്തനംതിട്ട. വളരെ ഇമ്പോർട്ടൻ്റ്. സംസ്ഥാനത്തെ ആദ്യത്തെ പുസ്തക ഗ്രാമമാണ് പെരുങ്കുളം, പത്തനംതിട്ടയാണ് സംസ്ഥാനത്തെ ആദ്യത്തെ പുസ്തക ഗ്രാമം. സംസ്ഥാനത്ത് ആദ്യമായി തുളസീവനം ആരംഭിച്ചത് കോന്നി ഇക്കോ ടൂറിസത്തിലാണ്. സംസ്ഥാനത്ത് ആദ്യമായി തുളസീവനം ആരംഭിച്ചത് എവിടെയാണ്? കോന്നി ഇക്കോ ടൂറിസത്തിലാണ് സംസ്ഥാനത്ത് ആദ്യമായി തുളസീവനം ആരംഭിച്ചത്. കേരളത്തിലെ ആദ്യ വന മ്യൂസിയം നിലവിൽ വരുന്നത് കുളത്തൂപ്പുഴ. കേരളത്തിലെ ആദ്യ വന മ്യൂസിയം നിലവിൽ വന്നത് കുളത്തൂപ്പുഴ. കേരളത്തിലെ ആദ്യ വന മ്യൂസിയം ഏതാണ്? കുളത്തൂപ്പുഴയിലാണ് കേരളത്തിലെ ആദ്യത്തെ വന മ്യൂസിയം നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യ പച്ചത്തുരുത്ത് പഞ്ചായത്ത് കൊടുമനയാണ് കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് പഞ്ചായത്ത് ഏതാണ്? കൊടുമനയാണ് കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ മാരിടൈം ക്ലസ്റ്റർ നിലവിൽ വരുന്നത് ചേർത്തലയിലാണ് കേരളത്തിലെ ആദ്യത്തെ മാരിടൈം ക്ലസ്റ്റർ നിലവിൽ വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ മാരിടൈം ക്ലസ്റ്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? ചേർത്തല, ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ് കേരളത്തിലെ ആദ്യത്തെ മാരിടൈം ക്ലസ്റ്റർ നിലവിൽ വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ ബീച്ച് ഇക്കോ ടൂറിസം കേന്ദ്രമായി മാറുന്നത് പുന്നപ്ര, ആലപ്പുഴ ജില്ല.
കേരളത്തിലെ ആദ്യത്തെ ബീച്ച് ഇക്കോ ടൂറിസം കേന്ദ്രമായി മാറുന്നതാണ് പുന്നപ്ര, ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയാണ് കേരളത്തിലെ ആദ്യത്തെ ബീച്ച് ഇക്കോ ടൂറിസം കേന്ദ്രമായി മാറുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഒരു ജില്ലയിലെ സമ്പൂർണ്ണ പക്ഷി ഭൂപടം തയ്യാറാക്കിയത് ആലപ്പുഴ ജില്ല. ഇന്ത്യയിൽ ആദ്യമായി ഒരു ജില്ലയിലെ സമ്പൂർണ്ണ പക്ഷി ഭൂപടം തയ്യാറാക്കിയത് ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴ ജില്ലയിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യമായിട്ട് ഒരു സമ്പൂർണ്ണ പക്ഷി ഭൂപടം തയ്യാറാക്കിയത്. കേരളത്തിലെ രണ്ടാമത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിലവിൽ വരുന്നത് എവിടെയാണ്? ആലപ്പുഴ ബീച്ച്. അപ്പോൾ ആലപ്പുഴ ബീച്ചിലാണ് കേരളത്തിലെ രണ്ടാമത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിലവിൽ വന്നത്. ഒന്നാമത്തെ എവിടെയാണ്? ആദ്യം ബേപ്പൂരിലായിരുന്നു ആദ്യത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിലവിൽ വന്നത്. ഇപ്പോൾ രണ്ടാമത്തെ നിലവിൽ വന്നത് എവിടെയാണ്? ആലപ്പുഴ ബീച്ച്. ആലപ്പുഴ ബീച്ചിലാണ് കേരളത്തിലെ രണ്ടാമത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യ ബീച്ച് എലിവേറ്റഡ് ഹൈവേ ആലപ്പുഴ ബൈപ്പാസ് ആണ്. ആലപ്പുഴ ബൈപ്പാസ് ആണ് കേരളത്തിലെ ആദ്യത്തെ ബീച്ച് എലിവേറ്റഡ് ഹൈവേ. ജൈവ വൈവിധ്യ രജിസ്റ്റർ രണ്ടാം ഘട്ടം പൂർത്തിയാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് ആലപ്പുഴ. ജൈവ വൈവിധ്യ രജിസ്റ്റർ രണ്ടാം ഘട്ടം പൂർത്തിയാക്കുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് ആലപ്പുഴ. സംസ്ഥാനത്തെ ആദ്യ ആണവ നിലയം നിലവിൽ വരുന്നത് കായംകുളം താപവൈദ്യുത നിലയം. സംസ്ഥാനത്തെ ആദ്യത്തെ ആണവ നിലയം നിലവിൽ വരുന്നതാണ് കായംകുളം താപവൈദ്യുത നിലയത്തിലാണ്. കേരളത്തിൽ ആദ്യമായി ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച കളക്ടറേറ്റ് ഏതാണ്? കോട്ടയം കളക്ടറേറ്റ് ആണ് കേരളത്തിലെ ആദ്യത്തെ ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച കളക്ടറേറ്റ്. അതിദരിദ്രർക്കായി സൂക്ഷ്മ പദ്ധതികൾ രൂപീകരിച്ച സംസ്ഥാനത്തെ ആദ്യ ജില്ലയാണ് കോട്ടയം ജില്ല. കേരളത്തിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ലയാണ് കോട്ടയം ജില്ല. ആദ്യ ജില്ല തൃശ്ശൂർ. കേരളത്തിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ്? കോട്ടയം ജില്ല. രാജ്യത്തെ ആദ്യത്തെ അക്ഷര മ്യൂസിയം സ്ഥാപിതമാകുന്ന നഗരമാണ് കോട്ടയം. രാജ്യത്തെ തന്നെ ആദ്യത്തെ അക്ഷര മ്യൂസിയം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? കോട്ടയത്താണ് രാജ്യത്തെ ആദ്യത്തെ അക്ഷര മ്യൂസിയം സ്ഥാപിതമാകുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പുരഹിത ജില്ല കോട്ടയം. ഇന്ത്യയിലെ ആദ്യത്തെ തന്നെ വിശപ്പുരഹിത ജില്ലയാണ് കോട്ടയം. വിശപ്പുരഹിത ജില്ല ഏതാണ്? കോട്ടയമാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പുരഹിത ജില്ല. കേരള ടൂറിസത്തിൻ്റെ ആദ്യ വാട്ടർ സ്ട്രീറ്റ് പദ്ധതി ആരംഭിച്ചത് മറവൻതുരുത്തിലാണ് കേരള ടൂറിസത്തിൻ്റെ ആദ്യത്തെ വാട്ടർ സ്ട്രീറ്റ് പദ്ധതി ആരംഭിച്ചത്. എവിടെയാണ്? മറവൻതുരുത്തിലാണ് കേരള ടൂറിസത്തിൻ്റെ ആദ്യ വാട്ടർ സ്ട്രീറ്റ് പദ്ധതി ആരംഭിച്ചത്. കേരളത്തിൽ ഗോത്ര ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല ഇടുക്കി. അപ്പോൾ ഇടുക്കി ജില്ലയിലാണ് കേരളത്തിൽ ഗോത്ര ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അപ്പോൾ കേരളത്തിൽ ഗോത്ര ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എവിടെയാണ്? ഇടുക്കി ജില്ല. ഓപ്ഷൻ എ വയനാട് തരും. വയനാടല്ല, ഇടുക്കി ജില്ലയിലാണ് കേരളത്തിൽ ആദ്യമായി ഗോത്ര ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യ സ്പൈസസ് പാർക്ക് നിലവിൽ വന്നത് തുടങ്ങനാട്, മുട്ടം, തൊടുപുഴ. ഇടുക്കി ജില്ലയിലുള്ള തുടങ്ങനാട് എന്ന സ്ഥലത്താണ് സർക്കാരിന് കീഴിലുള്ള ആദ്യ സ്പൈസസ് പാർക്ക് നിലവിൽ വന്നത്. സംസ്ഥാനത്തെ ആദ്യ പന്നൽ ഉദ്യാനം ഫൈബർ ഏരിയം നിലവിൽ വരുന്നത് രാജമല. അപ്പോൾ സംസ്ഥാനത്തെ ആദ്യത്തെ പന്നൽ ഉദ്യാനം നിലവിൽ വരുന്നത് എവിടെയാണ്? രാജമലയിലാണ്. മൂന്നാർ രാജമലയിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ പന്നൽ ഉദ്യാനം നിലവിൽ വരുന്നത്. ലബോറട്ടറിയിൽ ഉൽപ്പാദിപ്പിച്ച കൃത്രിമ ഭ്രൂണത്തിലൂടെ രാജ്യത്ത് ആദ്യമായി വെച്ചൂർ പശു പിറന്നത് മാട്ടുപ്പെട്ടി ഇൻഡോസിസ് പ്രോജക്റ്റ് എന്ന് കേട്ടിട്ടുണ്ടാവും. അവിടെയാണ് ലബോറട്ടറിയിൽ ഉൽപ്പാദിപ്പിച്ച കൃത്രിമ ഭ്രൂണത്തിലൂടെ രാജ്യത്ത് ആദ്യമായി വെച്ചൂർ പശുവിൻ്റെ കുട്ടി പിറന്നത്. ക്യാൻഡിലിവർ മാതൃകയിലുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ചില്ലുപാലം സ്ഥിതി ചെയ്യുന്നത് വാഗമൺ അഡ്വഞ്ചർ പാർക്ക്, കോലാഹലമേട്. അപ്പോൾ കാൻഡിലിവർ മാതൃകയിലുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ചില്ലുപാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വാഗമൺ അഡ്വഞ്ചർ പാർക്ക്, കോലാഹലമേട്. കേരള, തമിഴ്നാട് സർക്കാരുകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചിത്ര പൗർണമി ഉത്സവം നടക്കുന്ന കേരളത്തിലെ ക്ഷേത്രം മംഗളാംദേവി ക്ഷേത്രം, ഇടുക്കി ജില്ല. പെരിയാർ വന്യജീവി സങ്കേതത്തിനകത്തുള്ള ക്ഷേത്രമാണ് മംഗളാംദേവി ക്ഷേത്രം. അപ്പോൾ തമിഴ്നാട്, കേരള സർക്കാരുകൾ സംയുക്തമായിട്ടാണ് ചിത്രപൗർണമി ഉത്സവം നടത്തുന്നത്. ഈ മംഗളാംദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പെരിയാർ ടൈഗർ റിസർവിനകത്താണ്. കേരള സർക്കാരിൻ്റെ കുടിയേറ്റ സ്മാരക മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. കേരള സർക്കാരിൻ്റെ കുടിയേറ്റ സ്മാരക മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയിലാണ് കേരള സർക്കാരിൻ്റെ കുടിയേറ്റ സ്മാരക മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യ കാട്ടാന ഉദ്യാനം നിലവിൽ വരുന്നത് എവിടെ?
ചിന്നക്കനാൽ മൂന്നാർ. മൂന്നാറിലുള്ള ചിന്നക്കനാലിലാണ് കേരളത്തിലെ ആദ്യത്തെ കാട്ടാന ഉദ്യാനം നിലവിൽ വരുന്നത്. എവിടെയാണ്? ചിന്നക്കനാൽ, മൂന്നാർ, ഇടുക്കി ജില്ല. കേരളത്തിലെ ആദ്യ വിധവാ സൗഹൃദ നഗരസഭയാണ് കട്ടപ്പന നഗരസഭ. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ വിധവാ സൗഹൃദ നഗരസഭ ഏതാണ്? കട്ടപ്പന നഗരസഭയാണ് കേരളത്തിലെ ആദ്യത്തെ വിധവാ സൗഹൃദ നഗരസഭ. രാജ്യത്തെ ആദ്യത്തെ സോളാർ ഇൻവെർട്ടർ പവർ ഹൗസ് സ്ഥാപിച്ചത് എവിടെയാണ്? നെടുങ്കണ്ടം, ഇടുക്കി ജില്ല. ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്താണ് രാജ്യത്തെ ആദ്യത്തെ സോളാർ ഇൻവെർട്ടർ പവർ ഹൗസ് സ്ഥാപിച്ചത്. അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ സോളാർ ഇൻവെർട്ടർ പവർ ഹൗസ് സ്ഥാപിച്ചത് എവിടെയാണ്? നെടുങ്കണ്ടം. ഇടുക്കി ജില്ലയിലുള്ള നെടുങ്കണ്ടത്താണ് രാജ്യത്തെ തന്നെ ആദ്യത്തെ സോളാർ ഇൻവെർട്ടർ പവർ ഹൗസ് സ്ഥാപിച്ചത്. കേരളത്തിൽ ആദ്യമായി കുങ്കുമം വിജയകരമായി കൃഷി ചെയ്ത സ്ഥലം കാന്തല്ലൂർ. ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരിലാണ് കേരളത്തിൽ ആദ്യമായി കുങ്കുമം വിജയകരമായി കൃഷി ചെയ്തത്. അപ്പോൾ കേരളത്തിൽ ആദ്യമായി കുങ്കുമം വിജയകരമായി കൃഷി ചെയ്ത സ്ഥലം ഏതാണ്? കാന്തല്ലൂർ, ഇടുക്കി ജില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, കേരളത്തിൽ കുങ്കുമം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏത്? ഇടുക്കി ജില്ല. ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരിലാണ് കേരളത്തിൽ ആദ്യമായി കുങ്കുമം വിജയകരമായി കൃഷി ചെയ്തത്. ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂർ എവിടെയാണ്? ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരിലാണ് കേരളത്തിൽ ആദ്യമായി കുങ്കുമം വിജയകരമായി കൃഷി ചെയ്തത്. 2024 മാർച്ച് 30 100-ാം വാർഷികം ആചരിക്കുന്ന കേരളത്തിലെ നവോത്ഥാന സമരം വൈക്കം സത്യാഗ്രഹം നമ്മൾ മുമ്പ് നോക്കിയതാണ്. 2024 ഏപ്രിലിൽ 75-ാം വാർഷികം ആഘോഷിക്കുന്ന സ്ഥാപനം ആകാശവാണി തിരുവനന്തപുരം നിലയം. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൻ്റെ 75-ാം വാർഷികം എന്നായിരുന്നു? 2024 ഏപ്രിലിൽ 75-ാം വാർഷികം ആഘോഷിക്കുന്ന സ്ഥാപനമാണ് ആകാശവാണി തിരുവനന്തപുരം നിലയം. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൻ്റെ 75-ാം വാർഷികം ആഘോഷിച്ചതെന്നാണ്? 2024 ഏപ്രിലിൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. 2024 ഏപ്രിലിൽ 75-ാം വാർഷികം ആഘോഷിക്കുന്ന സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകാശവാണി തിരുവനന്തപുരം നിലയം. കുണ്ടറ വിളംബരത്തിൻ്റെ എത്രാമത് വാർഷികമാണ് 2024 ആചരിച്ചത്? 215. കുണ്ടറ വിളംബരം നടത്തിയത് ആരാണ്? വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം നടത്തിയത്. ഇത് പലതവണ PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. കുണ്ടറ വിളംബരമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കുണ്ടറ വിളംബരത്തിൻ്റെ എത്രാമത് വാർഷികമാണ് 2024 ആചരിച്ചത്? 215. കുണ്ടറ വിളംബരത്തിൻ്റെ 215-ാം വാർഷികമാണ് 2024 ആചരിച്ചത്. മഹാകവി കുമാരനാശാൻ്റെ 100-ാം ചരമവാർഷികം ആചരിച്ചത് 2024 ജനുവരി 16. 2024 ജനുവരി 16-നാണ് മഹാകവി കുമാരനാശാൻ്റെ 100-ാം ചരമവാർഷികം ആചരിച്ചത്. കുമാരനാശാൻ റെഡിമീർ ബോട്ടപകടത്തിൽ മരണപ്പെട്ടത് 1924 ജനുവരി 16-നാണ് കുമാരനാശാൻ റെഡിമീർ ബോട്ടപകടത്തിൽ മരണപ്പെട്ടത്. ഈ കുമാരനാശാൻ്റെ റെഡിമീർ ബോട്ടപകടത്തെക്കുറിച്ചൊക്കെ PSC പലതവണ ചോദിച്ചിട്ടുണ്ട്. റെഡിമീർ ബോട്ടപകടത്തിൽ മരിച്ച മഹാകവി ആരാണെന്നൊക്കെ PSC പലതവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കുമാരനാശാൻ്റെ 100-ാം ചരമവാർഷികം ആചരിച്ചത് 2024 ജനുവരി 16. 2024 ജനുവരി 16. ഇനി നമുക്ക് വാട്ടർ മെട്രോയെ കുറിച്ചൊന്ന് നോക്കാം. 2023 ഏപ്രിൽ 25-ന് ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത സ്ഥലം തിരുവനന്തപുരം. അപ്പോൾ 2023 ഏപ്രിൽ 25-ന് ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അത് എവിടെ വെച്ചാണ്? തിരുവനന്തപുരത്ത് വെച്ച്. കൊച്ചി മെട്രോയുടെ അനുബന്ധ പദ്ധതിയായ വാട്ടർ മെട്രോ കൊച്ചിയിലെ ദ്വീപുകളെ പ്രധാന കരകളുമായി ബന്ധിപ്പിക്കുന്നു. കൊച്ചി മെട്രോയുടെ അനുബന്ധ പദ്ധതിയായ വാട്ടർ മെട്രോ കൊച്ചിയിലെ ദ്വീപുകളെ പ്രധാന കരകളുമായി ബന്ധിപ്പിക്കുന്നു. കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് വേണ്ടി കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച ആദ്യ ബോട്ടാണ് മുസിരിസ്. വളരെ ഇമ്പോർട്ടൻ്റ്. കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് വേണ്ടി കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച ആദ്യ ബോട്ട് ഏതാണ്? മുസിരിസ്. കൊച്ചിൻ വാട്ടർ മെട്രോയ്ക്ക് വേണ്ടി കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച ആദ്യ ബോട്ടാണ്
മുസിരീസ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഗ്രീൻ ട്രാൻസ്പോർട്ട് സംരംഭത്തിനുള്ള അവാർഡ് ലഭിച്ചത് കൊച്ചി വാട്ടർ മെട്രോയ്ക്ക്. അപ്പോൾ കൊച്ചി വാട്ടർ മെട്രോയ്ക്കാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഗ്രീൻ ട്രാൻസ്പോർട്ട് സംരംഭത്തിനുള്ള അവാർഡ് ലഭിച്ചത്. ആർക്കാണ്? കൊച്ചിൻ വാട്ടർ മെട്രോ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഗ്രീൻ ട്രാൻസ്പോർട്ട് സംരംഭത്തിനുള്ള അവാർഡ് ലഭിച്ചത് കൊച്ചിൻ വാട്ടർ മെട്രോ. ഇനി നമുക്ക് ജല ബജറ്റിനെ കുറിച്ച് നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. ഒരു പ്രദേശത്തിൻ്റെ ജലത്തിൻ്റെ ലഭ്യതയും വിനിയോഗവും അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന രേഖയാണ് ജല ബഡ്ജറ്റ്. അപ്പോൾ ജല ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രദേശത്തിൻ്റെ ജലത്തിൻ്റെ ലഭ്യതയും വിനിയോഗവും അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന രേഖയെ ജല ബഡ്ജറ്റ് എന്ന് അറിയപ്പെടുന്നു. ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന രാജ്യത്തെ ആദ്യ നിയമസഭാ മണ്ഡലം ധർമ്മടം കണ്ണൂരാണ്. ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ നിയമസഭാ മണ്ഡലം. ഉറവ എന്ന പേരിലാണ് ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ ജല ബഡ്ജറ്റിൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഉറവ എന്ന പേരിലാണ് ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. രാജ്യത്ത് ആദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനം നമ്മുടെ സ്വന്തം കേരളം. രാജ്യത്ത് ആദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇനി അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയെക്കുറിച്ച് നോക്കാം. ഇന്ത്യയിലെ പ്രഥമ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരം. ഇന്ത്യയിലെ പ്രഥമ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? തിരുവനന്തപുരം. പ്രഥമ കായിക ഉച്ചകോടി ആരംഭിച്ചത് 2024 ജനുവരി 23. 2024 ജനുവരി 23 പ്രഥമ കായിക ഉച്ചകോടി ആരംഭിച്ചത്. ഉദ്ഘാടനം ചെയ്തത് ആരാണ്? മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അന്താരാഷ്ട്ര കായിക ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ കൂട്ടുകാരെ, തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ എന്ന സെഗ്മെൻറ്റിലെ ആദ്യ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ രണ്ടാം ഭാഗവുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ.